സോ ഹായ് ഗായ്സ്, മറ്റേ വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ട് വരിക. സോ ഇതാണ് നമ്മുടെ റെഫറൻസ് ഇമേജ്. ഇത് ജസ്റ്റ് ഒരു കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ റൗണ്ട് വരയ്ക്കുന്നു. സൈഡ് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, കാരണം സൈഡ് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തത് ഇച്ചിരി ടോപ്പിലായിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോഴേ നമുക്ക് ആ ഒരു ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ മിഡ് ലൈന് ശരിക്കും വരയ്ക്കണം. മിഡ് ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് ആ ഒരു ഞാൻ സൈഡിൽ ആദ്യം വരച്ച് കാണിച്ചൊരു ബെൻഡ് പോലെ. സോ ആ ഒരു ബെൻഡ് പോലെ വരയ്ക്കാൻ പറ്റുവാണ് നമുക്ക് ആ കുറേ കൂടി ആ ബെൻഡ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് ബ്രൗൺ ലൈനായിരുന്നു വരച്ചത്. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും മിഡ് ലൈൻ വരയ്ക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നോസിൻ്റെ ലൈൻ വരച്ചു. നോസ് ലൈൻ കഴിഞ്ഞ് ഞാൻ താഴെ ജോ ലൈൻ വരയ്ക്കുന്നു. ജോ ലൈൻ കുറച്ചും കൂടി താഴെ വരയ്ക്കണം. ഓക്കെ, കുഴപ്പമില്ല. സോറി, അത് ജോ ലൈൻ അല്ല. ഞാൻ രണ്ടാമത് വരച്ചത് ലിപ്പിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലിപ്പ് ലൈനാണ് വരച്ചത്. അതിൻ്റെ താഴെ ആട്ടോ ജോ ലൈൻ വരച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് മിഡ് ലൈൻ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പിൽ വരയ്ക്കുക. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. സോ നിങ്ങളത് കേർവ് ചെയ്ത് വരയ്ക്കുക. ഇച്ചിരി ഒന്ന് കേർവ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. അത് കഴിഞ്ഞാൽ ജോ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് പാർട്ടൊന്നും കാണാത്തവർ അതൊക്കെ പോയി ഫസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് കണ്ട് വരച്ച് പഠിക്കുക. കുറേ കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. സോ അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് നോസ് വരച്ചു. സോ നോസ് വരയ്ക്കുമ്പോൾ ഇത് നോസ് അടിയിലത്തെ ഒരു വ്യൂ ആണ്. സോ അടിയിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പം ആ ഒരു ലെവലിൽ നമ്മൾ വരയ്ക്കാൻ നോക്കുക. ബിക്കോസ് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുന്നതിലും ഡിഫിക്കൽട്ടാണ് അടിയിൽ നിന്ന് വരയ്ക്കാൻ. ഞാൻ നോസിൻ്റെയും ഐസിൻ്റെ ഒക്കെ ഒരു ഡ്രോയിങ് വീഡിയോ ഇടാം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് അല്ല 10 മിനിറ്റ്സ് ഒക്കെ വരുന്ന രീതിയിൽ. സോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല ആംഗിളിൽ നിന്ന് വരയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ഐസാണ് വരയ്ക്കുന്നത്. സോ ഐസ് നമ്മൾ പൊതുവെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടുക. ഭയങ്കര പെർഫെക്ഷൻ ഒന്നും വേണ്ട, കാരണം നമ്മൾ ജസ്റ്റ് സ്കെച്ചിങ്ങിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഐസും വരയ്ക്കുന്നു. സോ ഇവിടെ ലൂമിസ് മെത്തേഡിലൊക്കെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഒരു ഐയുടെ ലെങ്ത്ത് എടുക്കുമ്പോഴത്തേക്കും ബോത്ത് ഐസിന് സെയിം ലെങ്ത് ആയിരിക്കും. ആൻഡ് രണ്ട് ഐസിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത്തും സെയിം ആയിരിക്കും. സോ രണ്ട് ഐസിൻ്റെ ലെങ്ത്തും രണ്ട് ഐസിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത്തും ഓൾവേസ് സെയിം ആയിരിക്കും എന്നാണ് ലൂമിസ് മെത്തേഡിൽ പറയുന്നത് ഒരാളിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ് വരയ്ക്കുന്നു. സോ ഇതൊക്കെ തന്നെയാണ് ഈ ബേസിക് മെത്തേഡ്. ഒരു പോർട്രേറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ബേസിക് സ്റ്റൈൽ ഓഫ് ഡ്രോയിങ് ഇത്രേ ഉള്ളൂ ബേസിക്കലി. ഇതിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ആ ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്ത്. ഈ പോലീസിലൊക്കെ യൂസ് ചെയ്യില്ലേ, ആ ഒരു മെത്തേഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്, ലൂമിസ് മെത്തേഡാണ്. അതിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ആ ഓരോ റെഫറൻസിൻ്റെയും ഓരോ ആളുടെയും ഡിപ്പെൻഡ് ചെയ്ത് ഓരോരോ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഞാൻ ആ ജോ വരച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കയറിപ്പോയി. സോ അത് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് റബ്ബ് ചെയ്തിട്ട് കുറച്ചും കൂടി താഴെ വരയ്ക്കുന്നു. കുറച്ചും കൂടി താഴെയാണ് ഇത് വരേണ്ടത്. അതിന് ഞാൻ മിഡ് ലൈൻ ഫസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്ലെയിൻ അങ്ങ് പോകും. സോ മിഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് വരച്ചു. അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ അവിടെ ചെറിയൊരു ബൾജിനെസ് ഉണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കണം വരയ്ക്കുന്നു. പിന്നെ നമ്മൾ ഹെയർ വരയ്ക്കുമ്പോഴത്തേക്കും ഈ റെഫറൻസിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ലൈൻ ഒരു കേർവായിട്ടായിരിക്കുന്നത്. ഓക്കെ, സോ ആ കേർവായിട്ട് തന്നെ നമ്മൾ വരയ്ക്കാൻ നോക്കുക.
അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലത്തെ ഹെയർ വരയ്ക്കുന്നു. ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടുന്ന് നമ്മൾ നമ്മുടെ ചെവി വരയ്ക്കുക. ചെവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ ലൈനിൽ നിന്ന് നോസ് ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ചെവി വരയ്ക്കുക. ഓക്കെ, ബ്രൗൺ ലൈൻ ഒന്നും എന്താണെന്ന് അറിയത്തില്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ കാണുക. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുണ്ട് ബ്രൗൺ ലൈൻ എന്താണെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ നമ്മൾ അത്യാവശ്യം നോക്കി എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു ബൾജിനെസ് ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡെപ്ത് ക്രിയേറ്റ് ആവും. ഓക്കെ, അവിടെ ഒരു ഷെയ്ഡ് ഉണ്ട് ഓൾറെഡി. കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കണമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഒരു സൈഡ് കുറേ കൂടി വൈഡറാണ്, കുറച്ചും കൂടി ആർക്ക് ഉള്ളതുപോലെ തോന്നും. മറ്റേ സൈഡ് കുറച്ചും കൂടി നാരോവറാണ്. അതായത് റൈറ്റ് സൈഡ് കുറേ കൂടി ആർക്ക് ഉള്ളതുപോലെ, ലെഫ്റ്റ് സൈഡ് കുറേ കൂടി നാരോഡായിട്ട് ഉള്ളതുപോലെ ആയിരിക്കുന്നത്. സോ നമ്മളതുപോലെ തന്നെ വരയ്ക്കാൻ നോക്കുക. അങ്ങനെ വരച്ചാലേ നമുക്ക് ആ ഒരു കേർഡ് ഷേപ്പ് കിട്ടുള്ളൂ. ആ ഒരു ഫേസ് ഒരു കേർഡായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ പിന്നെ ട്രപ്പീസിയസിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു രണ്ട് സൈഡും. ഓക്കെ, ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് കുറേ കൂടി നാരോവറാണ് കമ്പയർഡ് ടു റൈറ്റ് കുറച്ചും കൂടി ആർക്കുള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു ഫീലിൽ നമ്മൾ വരയ്ക്കുക. ഇനി നമുക്ക് ബേസിക്കലി ഹെയറും പിന്നെ ഒരു സൈഡിൽ ചെവിയും കൂടി ഒന്ന് വരയ്ക്കാനുള്ളൂ. അവിടെ ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ആ ഒരു ഇച്ചിരി ഡാർക്കായിട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ടൊരു ആംഗുലേഷൻ കൊടുക്കണം അവിടെ. സോ ബേസിക്കലി നമ്മളിനി ഹെയറിലോട്ട് പോകണം. ഒരു കേർലി ഹെയറാണ്, ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡിലുള്ള ഹെയറാണ്. സോ ജസ്റ്റ് റാൻഡമായിട്ട് ഒന്ന് വരച്ച് പോയാൽ മതി. ഭയങ്കര പെർഫെക്ഷനായിട്ടൊന്നും വരയ്ക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ചെയ്തങ്ങ് വിട്ടാൽ മതി. അവിടെ അധികം ഹാർഡ് വർക്ക് ചെയ്യണ്ട. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലൗഡ് പോലെ ഒന്ന് വരച്ച് വിട്ടാൽ മതി. ഓക്കെ, ഞാൻ ഇതിൽ വരച്ച് വന്നപ്പോഴത്തേക്കും ലിപ്സ് കുറേ കൂടി നമ്മുടെ റെഫറൻസ് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി സൈസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് വരയ്ക്കുമ്പോഴത്തേക്കും ഒന്ന് നോക്കണം. നമ്മൾ ബേസിക്കലി ഈ പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഫസ്റ്റ് ചെയ്യുന്നതും കുറേ നാൾ കൂടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ വരയ്ക്കുന്നതിന് കുറേ വ്യത്യാസം വരും. അതായത് കണ്ണ് വരയ്ക്കുമ്പം വലിയ കണ്ണായിട്ടും അങ്ങനെയൊക്കെ കുറേ വരും. അത് വരച്ച് റെഡിയാവുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒരു ആംഗുലേഷൻ കൊടുത്ത് വരയ്ക്കുക. ഞാനവിടെ കുറേ ഡാർക്കൺ ചെയ്തായിരുന്നു വരച്ച ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.